ചേട്ടാ ചേട്ടാ ചേട്ടോ, ഇവിടെ ആരുമില്ലേ? ഹലോ ചേട്ടോ, കൈ നോക്കണം ചേട്ടാ. കൈയും കാലം ഒന്നും നോക്കണ്ട. ചേട്ടന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം. എനിക്കറിയാം. നല്ല സമയമാണല്ലോ ചേട്ടൻ ഇനി വരാൻ പോകുന്നേ. കേട്ടിട്ടുണ്ട്. ചേട്ടാ, മുഖം നോക്കി ലക്ഷണം പറയാം. ചേട്ടൻ ക്യാഷ് ഒന്നും ഫസ്റ്റ് വെക്കണ്ട. ചേട്ടനോട് പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ മാത്രം ചേട്ടൻ പൈസ തന്നാ മതി. ചേട്ടൻ ഒരു പെണ്ണുമായിട്ട് ചെറിയൊരു ഉടക്കിലായിരുന്നു അല്ലേ? ചേട്ടൻ ഒരു പെണ്ണു ആയിട്ട് ചെറിയൊരു പിണക്കത്തിലാണല്ലേ? ചെറിയൊരു പിണക്കം. ചേട്ടന്റെ ഇപ്പൊ ഈ വരുന്ന ഡിസംബർ ആവുന്നതോട് കൂടിയിട്ട് ചേട്ടന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. ചേട്ടൻ ഇപ്പൊ നല്ല സമയമാണ്. ചേട്ടന്റെ ശുക്രദശയാണ് തെളിഞ്ഞു വരാൻ പോകുന്നത്. ചേട്ടന്റെ കൈ ഒന്ന് കാണിക്കേ. ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് കയറി വന്നൊരു വ്യക്തിയാണല്ലേ? ചേട്ടന്റെ രേഖകൾ വളരെ വ്യത്യസ്തമായ ഒരു രേഖയാണല്ലോ. ചേട്ടൻ ഒരുപാട് കഷ്ടത അനുഭവിച്ചിട്ടാ കയറി വന്നല്ലേ? ചേട്ടന്റെ ഫാമിലിയില് അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു പോയിട്ടുണ്ടാവൂല്ലേ? ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയാം. ചേട്ടൻ ആദ്യം ക്യാഷ് എടുക്ക്, സ്റ്റാർട്ട് ചെയ്യാം. ചേട്ടൻ ഓക്കെ ആണെങ്കിൽ മതി. ചേട്ടൻ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? ശരി. എന്റെ അധികം പൈസ ഒന്നുമില്ല കേട്ടോ. എല്ലാം തെളിഞ്ഞു വരാൻ പോവല്ലേ? ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നോക്കാം. ഇത് കണ്ടോ? ഈ രേഖ നോക്കിക്കേ. ഇതാ, ഇത് എവിടെ കൊണ്ടുവന്ന് മുട്ടുന്ന നോക്കിക്കേ. ഇത് ഈ വഴി ഇങ്ങനെ പോയി ഇതാ ഇവിടെ ചെന്ന് കേറുന്ന ഒരു ടൈം എത്തും. അതെ, ഇതാ ഈ രേഖ കണ്ടോ? ഈ രേഖ ഇങ്ങനെ പോയി ഇതാ ഈ ഒരു വഴി നേരെ വരികയാണ്. ഈ ഒരു ഡിസംബറോട്, ഈ നവംബർ കഴിഞ്ഞ് അടുത്ത ഡിസംബറോട് കൂടിയിട്ട് നിങ്ങളുടെ ശുക്രദശ തെളിഞ്ഞു വരികയാണ്. ശുക്രദശ തെളിഞ്ഞു വരികയാണ്. ചേട്ടാ, ചേട്ടന് ഒരു 6 മാസത്തിനുള്ളില് ഒരു വലിയ തുക വരാനുണ്ടല്ലോ. ഏതെങ്കിലും ഉണ്ടുണ്ട്, വല്ല ഫണ്ട് വരാനുള്ളതായിട്ടുണ്ടോ? ഉണ്ട്. അത് 6 മാസത്തിനുള്ളിൽ എന്തായാലും ആ ഫണ്ട് കയറാൻ സാധ്യത കാണുന്നു. മാത്രമല്ല കടൽ കടക്കാൻ വരെ യോഗ ഉള്ളതാണ്. നിങ്ങളുടെ നക്ഷത്രം എന്തായിരുന്നു? ആണോ? അനിഴം. ഈ നക്ഷത്രത്തിൽ കടല് കിടക്കാൻ വരെ യോഗമുള്ള നക്ഷത്രമാണ്. ഒരുപാട് സാധ്യതകൾ തെളിഞ്ഞുണ്ട്. ഒരു ചേട്ടന് വലിയൊരു ഫണ്ട് വരും. അതോടുകൂടി ചേട്ടന് കടല് കടക്കാനടക്ക യോഗം ഈ നക്ഷത്രത്തില്. ഈ മാസം അവസാനത്തോടു കൂടി ചേട്ടന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും. ചില സമയം ചേട്ടന് പിണങ്ങിപ്പോയ ഒരു പെൺകൊച്ചുണ്ടെന്ന് പറഞ്ഞല്ലേ, അവളടക്കം തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തുകൊണ്ടും നല്ലൊരു നാളാണ് ചേട്ടൻ്റെത്. ഈ നക്ഷത്രം കൊണ്ട് ചേട്ടന് നല്ലൊരു ഗുണമുണ്ടാവും. ഇത്രയും കാലം ചേട്ടൻ അനുഭവിച്ച എല്ലാ വിഷമതകളും ബുദ്ധിമുട്ടുകളും ഈ ഒരു മാസത്തോടു കൂടി തീരാൻ പോകും. ഇങ്ങനെ പിടിച്ചാലും ഇതെങ്ങനെ പിടിച്ചാലും ചേട്ടന്റെ നക്ഷത്രം കറക്റ്റാണ്. ചേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടണ്ട. ചേട്ടന്റെ എല്ലാ കഷ്ടപ്പാടുകളും മാറും. മനസ്സിലായോ? അങ്ങനെയല്ല, കുറച്ച് ബുദ്ധിമുട്ടിയാലും കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. ഒരു 200 കൂടെ ഉണ്ട്. ചേട്ടന് നല്ലൊരു വരുമാനം എത്തേണ്ട ആളാണ്. മാത്രമല്ല ഇപ്പോൾ ചേട്ടന് ഉള്ള ജോലി നല്ലൊരു വരുമാനമുള്ള ജോലിയാണ് അല്ലേ? അതെ. ഞാൻ പറയട്ടെ, ഇത് ഇവിടെ വെക്കാതെ കൊണ്ട് അപ്പുറത്ത് വെക്കല്ലേ? കുറച്ചുകൂടെ സേഫ് അവിടെ സൈഡാന്ന് തോന്നുന്നു. ആണോ?
ഓ എവിടെ വെച്ചാലും എനിക്ക് കുഴപ്പമില്ല. ചേട്ടൻ ഇരിക്കൂ. ഇനി ഏത് രീതിയിൽ ചേട്ടൻ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്? എങ്ങനെ വേണേലും പോകാം. ചേട്ടന്റെ ആ നഷ്ടപ്പെട്ട പെണ്ണുണ്ടല്ലോ, അവൾ തിരിച്ചു വരും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായ ഒരു ഭാവി മുന്നിൽ കാണുന്നുണ്ട്. ഓ ഇനി സന്തോഷപ്പെടുന്നുണ്ടായി. ഞാൻ സന്തോഷപ്പെട്ടാണ്. പറ കേക്കട്ടെ. ചേട്ടന് ഇപ്പോൾ ഒരുപാട് വരുമാനമുള്ള വ്യക്തിയാണ് അല്ലേ? ചേട്ടാ, ചേട്ടന് ഉറങ്ങാനില്ല. ഇത് പറയുന്നത് മനസ്സിലാക്ക്. ചേട്ടൻ ഇപ്പൊ അത്യാവശ്യം കീശയിൽ പണമുള്ള വ്യക്തിയാണ്. അതാണ്. ഈ പണം ഏത് രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നതാണ് ചേട്ടൻ അറിയാത്തത്. ഒരു 500 കൂടെ ഉണ്ട്. എന്തായാലും ചേട്ടന് ഇതുകൊണ്ട് നല്ലത്. അല്ല, ഇത് ഞാൻ കയ്യിൽ പിടിച്ചാലും കുഴപ്പമില്ല. ഇത് എന്റെ കയ്യിലെത്തിയല്ലോ, അതുകൊണ്ട് ഇനി ഒരു പ്രശ്നവുമില്ല. ഇനി നല്ലൊരു ഭാവി ചേട്ടന് മുന്നിലുണ്ട്. ഒരു കടല് കടന്ന് നല്ലൊരു ജോലി ചേട്ടന് മുന്നിലുണ്ട്. അത് ഞാൻ വെച്ചോളാം. അത് കുഴപ്പമില്ലാത്ത കാര്യം. ആ കയ്യിൽ പിടിച്ചാലും കുഴപ്പമില്ലല്ലോ. അപ്പൊ ചേട്ടന് ഇനിയുള്ള കാലം സന്തോഷമായ ഒരു ജീവിതം മുന്നിലുണ്ടാകും. പോരെ? സന്തോഷായില്ലേ? സന്തോഷം ആയി ഇല്ല, കുറച്ചും കൂടെ ഇതെടുത്ത് ഇവിടോട്ട് വെച്ചായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സന്തോഷം ഇത്ര മതി. പോരെ? അതാണ് അതിന്റെ ശരി. പണം കഴിഞ്ഞില്ലേ? കീശയിലെ പണം തീർന്നല്ലോ. ഇല്ല, കുറച്ച് പൈസ അകത്തിരിപ്പുണ്ട്. ആണോ? എന്നാ നമുക്ക് അവിടുന്ന് പൈസ എടുത്തിട്ടെ. പൈസ എടുത്തിട്ട് അതെടുത്തിട്ട് വന്നാ. ഓ ശരി. ഓ